പൊളിറ്റിക്കൽ റീഡിങ്ങിനോടൊപ്പം തന്നെ സുകുമാരൻ എങ്ങനെ നമ്മൾ ഈ ബഡ്ജറ്റിനെ കാണുന്നു എന്നുള്ളതാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 12.2 ലക്ഷം കോടി രൂപ, കാപ്പെക്സ് 12.2 ലക്ഷമാക്കി മാറ്റുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമുക്ക് സ്വീകരിക്കാവുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ. ഒപ്പം തന്നെ ചെറുകിട സംരംഭകർക്ക് വേണ്ടിയിട്ട് 10,000 കോടി നീക്കിവെക്കുന്നു. ആരോഗ്യ മേഖലയിൽ ക്യാൻസർ അടക്കമുള്ള മരുന്നുകളുടെ കാര്യത്തിലുള്ള നികുതി ഒഴിവാക്കുന്നു. അതൊക്കെ വളരെ ജനപ്രിയമായ കാര്യം. പക്ഷേ ഈ റിട്ടറിക്ക് മാത്രമായി തീരുന്നു. കർത്തവ്യ 1, കർത്തവ്യ 2, കർത്തവ്യ 3, സെൽഫ് എന്റർപ്രണർഷിപ്പ് സ്കീമുകൾ വരുന്നു. പക്ഷെ ഇതെല്ലാം റിട്ടറിക്കിൽ മാത്രമായി തീരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ബജറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ബിഗ് ടിക്കറ്റ് പദ്ധതികളോ അല്ലെങ്കിൽ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നും കേരളത്തിൽ നൽകിയിട്ടില്ല. നമ്മുടെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അറിയിട്ടില്ല എന്നുള്ള വളരെ നിരാശാജനകമായ ഒരു പരിപാടിയാണ്. ഈ ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ വേളയിൽ തന്നെ വളരെയധികം സാമ്പത്തിക വിദഗ്ധന്മാർ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്ത് ഈ 2047 ആകുമ്പോഴേക്കും ബാലൻസ് വികസിത് ഭാരത് എന്നുള്ളതിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റുകളും ഇതിനോടൊപ്പം തന്നെ വളരണം, അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉൾക്കൊള്ളണമെന്ന് അവരെ കോഷൻ ചെയ്തതാണ്. അങ്ങനെ ഒരു ബാലൻസ് റീജിയണൽ ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പോലും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന ഒരു പ്രതീതിയാണ് ഈ ബഡ്ജറ്റിന്റെ. നമുക്ക് റാംകി ഉണ്ട്. റാംകി, ഷെയർ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതാണ്. ഞായറാഴ്ചയായിട്ടും അല്ലേ 1500 മാർക്കറ്റിൽ എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തിരുന്ന ഒരു സെഗ്മെൻ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. എസ് ടി ടി ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ്റിന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ ടാക്സ് കൂട്ടാൻ തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ 0.05 ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഓപ്ഷൻസിൽ 0.015. ഏറ്റവും കൂടുതൽ എസ് ടി ടി വന്നിരുന്ന ഒരു സെഗ്മെൻറ്റാണ് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രെങ്ത് റീറ്റെയിലേഴ്സാണ്. അപ്പോൾ ആ റീറ്റെയിലേഴ്സിൻ്റെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മാർക്കറ്റ് നെഗറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന പല പ്രഖ്യാപനങ്ങളും ഈ ബഡ്ജറ്റിൽ വന്നിട്ടില്ല. കഴിഞ്ഞ 2 ബഡ്ജറ്റുകൾ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് വളരെ ബെറ്റർ ബഡ്ജറ്റായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും ബഡ്ജറ്റിന്? Out of 10, maybe around 5 to 6, not more than that. Okay.